ആ ബീഫ് കറിക്കകത്ത് തിളക്കുന്ന തിളപ്പ് കണ്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലോട്ട് നമ്മുടെ എന്താണ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് അതിലോട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ മുറിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിൽ വെക്കുന്ന ബീഫ് കറിയുടെ റെസിപ്പിയാണ്. കുക്കറിലിട്ട് അടച്ചേക്കുക. അത് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു ഇച്ചിരി തേങ്ങ, അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കും. അതിലോട്ട് നമ്മുടെ മല്ലിപ്പൊടി അതും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം മിക്സിയിലിട്ട്. അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞ് അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെന്ത് വന്ന ബീഫിലോട്ട് ഒരു കുക്കറിൽ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു 5-6 വിസിൽ കൊടുത്തിട്ടുണ്ടോ അതിലോട്ട് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ബീഫിൻ്റെ കളർ കണ്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അതിലോട്ട് ഇച്ചിരി നല്ല മല്ലിയില ഇട്ട് ഒരു ചീനിച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് തേങ്ങ കൊത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് ചോറിന് കൂടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ സ്വർഗ്ഗം.